തിരുവോണ ദിനത്തിൽ രാവിലെ മുതൽ കോഴിക്കോട് തളി മഹാക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. ക്ഷേത്രത്തിൽ തിരുവോണത്തിന്റെ ഭാഗമായി വിശേഷാൽ പൂജകളും വഴിപാടായി പാൽപായസ വിതരണവും നടന്നു. കോഴിക്കോട് തളി മഹാക്ഷേത്രത്തിലാണ് നമ്മളുള്ളത്. ഓണാഘോഷത്തിന്റെ ഭാഗമായി വലിയ ഭക്തജന തിരക്കാണ് ഇവിടെ ദർശനത്തിനായി അനുഭവപ്പെടുന്നത്. ഇപ്പോൾ ക്ഷേത്രം മാനേജർ നമ്മോടൊപ്പമുണ്ട്. എന്തൊക്കെ ഒരുക്കങ്ങളാണ്? ആദ്യം തന്നെ ഓണാശംസകൾ. എന്തൊക്കെ ഒരുക്കങ്ങളാണ് ഇതിന്റെ ഭാഗമായി ഒരുക്കിയത്? തളി എന്ന് പറയുമ്പോൾ മലബാറിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ അമ്പലമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഭക്തജനങ്ങൾ ഇവിടെ ക്ഷേത്രത്തിൽ എത്താറ് പതിവുണ്ട്. അപ്പം ഞങ്ങൾ ഇപ്രാവശ്യം ഒരുക്കിയത് വലിയ പൂക്കളങ്ങൾ, ഉള്ളിലും ഒരു പൂക്കളം വെച്ചിട്ടുണ്ട്, പുറത്തും ഭക്തജനങ്ങൾക്കും മറ്റുമൊക്കെ കാണാൻ വേണ്ടിയിട്ട് പുറത്തും ഒരു പൂക്കളം വെച്ചിട്ടുണ്ട്. അതുപോലെ അഭൂതപൂർവമായ തിരക്കാണ്. എല്ലാ വർഷവും തിരക്ക് കൂടി വരുന്ന ഒരു ക്ഷേത്രമാണ് തളി മഹാദേവ ക്ഷേത്രം. ചടങ്ങുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഉത്രാടക്കൊല സമർപ്പണമാണ് ഭഗവാന്റെ മുന്നിൽ വയ്ക്കാനുള്ളത്. തളീൻ്റെ പ്രത്യേകത അറിയാലോ, 2 ക്ഷേത്രമാണ്. മഹാദേവൻ്റെ ക്ഷേത്രമാണ്, ശ്രീകൃഷ്ണ ഭഗവാന്റെ ക്ഷേത്രമുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാന്റെ ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് നമ്മൾ വാഴക്കൊല സമർപ്പണമുണ്ട്. അത് ഉത്രാട നാളിലാണ് ഉണ്ടാവാറുള്ളത്. പിന്നെ വിശേഷമായ പാൽപ്പായസം, ഒരു 500 ലിറ്ററോളം പായസം നമ്മൾ ഭഗവാനെ നേദിക്കുന്നുണ്ട്. അങ്ങനെ വിശേഷമായ അത്തരം ചടങ്ങുകളാണ് ഓണവുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. അതേപോലെ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ തന്നെ നമ്മൾ ഓണപ്പാട്ടുകളും തിരുവാതിരകളിയെല്ലാം നടത്തി. ഒക്കെ ഭക്തജന പങ്കാളിത്തം വളരെ ഉണ്ടായിരുന്നു. ഉത്രാട സദ്യ ഇല്ലല്ലോ ഇവിടെ? ഉത്രാട സദ്യ ഉണ്ടായിരുന്നു. ഉത്രാട സദ്യ വളരെ 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 ഭംഗിയായിട്ട് ഉത്രാട സദ്യ നടത്താൻ നമുക്ക് പറ്റി. തീർച്ചയായും ഭക്തജനങ്ങൾക്കായി, ക്ഷേത്രത്തിലെത്തുന്നവർക്കായി വലിയ രീതിയിലുള്ള മുന്നൊരുക്കങ്ങളാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്നും കാണാം, നിരവധിയായ ഭക്തജനങ്ങൾ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇവിടെ എത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതിൽ കുടുംബത്തോടൊപ്പം തന്നെ ആളുകൾ എത്തുന്നു. കേരളീയ വേഷമണിഞ്ഞുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിലേക്ക് ഓണാഘോഷത്തിൻ്റെ ഭാഗമായുള്ള പ്രാർത്ഥനകൾക്ക്, വിശേഷാൽ പൂജകളിൽ സംബന്ധിക്കാനൊക്കെയായി ഇവിടേക്ക് ഭക്തജനങ്ങൾ എത്തുന്നത്. ഇതാ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ഇറങ്ങുന്ന ആളുകളുണ്ട്. എങ്ങനെയാണ് ഓണം ഇത്തവണ? ഓണം ഭാരത തിരക്കാണ് അമ്പലത്തിൽ. ക്യൂ എന്ന് പറഞ്ഞാൽ ഇന്ന് ഉച്ചയായാലും തീരുമെന്ന് തോന്നുന്നില്ല. സദ്യയൊക്കെ ഒരുക്കിയോ? ഒരിക്കില്ല, പോയിട്ട് ബാക്കി പണികളുണ്ട്, പൂവുണ്ട്. പോകുന്ന എത്രയോ നേരമായി അമ്പലത്തിൽ, ഇപ്പോഴാണ് കഴിച്ചല്ലോ. തളി ക്ഷേത്രം അസിസ്റ്റന്റ് മാനേജർ പ്രദീപ് കുമാർ രാജൻ ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്. ഈ തിരുവോണമാണ്, ആദ്യം തന്നെ അങ്ങേക്ക് തിരുവോണാശംസകൾ. പ്രധാനമായും തളി ക്ഷേത്രത്തിൽ ഇന്ന് എന്തൊക്കെയാണ് തിരുവോണത്തിൻ്റെ ഭാഗമായി ഒരുക്കിയിട്ടുള്ളത്? തിരുവോണത്തിൻ്റെ ഭാഗമായിട്ട് ഒരു തിരുവോണ പാൽപ്പായസം എല്ലാവർക്കും എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അതേമാതിരി എല്ലാവർക്കും തളി ദിവസത്തിൻ്റെ ഒരു ഹാപ്പി ഓണം എല്ലാവരോടും, ഇത് കേൾക്കുന്ന എല്ലാ പ്രേക്ഷകരോടും പറയുകയാണ്. ഇപ്പോൾ നമുക്ക് വലിയൊരു നിര തന്നെ കാണാം. ഇവിടെ ഒരു മനോഹരമായ ഒരുക്കിയിരിക്കുന്ന ഒരു കാഴ്ച കാണാം. ഈ നിരയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എങ്ങനെയാണ് ഇത്തവണത്തെ ഓണാഘോഷം? സെറ്റാണ്. ഹാപ്പി ഓണം. എങ്ങനെ ഇത്തവണത്തെ ആഘോഷം എങ്ങനെയാണ്? അടിപൊളി. എല്ലാ ഒരുക്കങ്ങളും അടിപൊളിയാണ്. ഒരു കുട്ടികൾ ഉൾപ്പെടെ മനോഹരമായി അണിഞ്ഞൊരുങ്ങിക്കൊണ്ട് ക്ഷേത്രത്തിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ്. വലിയ തിരക്കാണ് ഇവിടെ തളി മഹാദേവ ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. ഇവിടെ തിരുവോണത്തിൻ്റെ ഭാഗമായി തന്നെ പ്രത്യേക പാൽപ്പായസം എല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. എങ്ങനെയാണ് ഇത്തവണത്തെ ഓണം? എങ്ങനെയാണ്? അടിപൊളിയായിട്ടോ. അടിപൊളിയായിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞോ? ഈ ഓണസദ്യ ഒരുക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നത്? തുടങ്ങിയിട്ടുള്ളൂ. പൂക്കളം ഇട്ടോ? പൂക്കളൊക്കെ വീട്ടിലിട്ട് വരുന്നുണ്ട്. ഇവിടെ ഹാപ്പി ആണോ? ഹാപ്പി ആണോ? ഇവിടെ കൗണ്ടറിൽ നെയ്വിളക്കിൻ്റെ ആണല്ലേ? നെയ്വിളക്ക്, കർപ്പൂര, ലക്ഷദ്വീപം സമർപ്പണം നെയ്യാണ് ഇക്കുറി. അതാണ് ഒരു ഡിഫറൻസ്. സാധാരണ എണ്ണയായിരുന്നു, ഇക്കുറി നെയ്യാണ്. നെയ്വിളക്ക് ആദ്യം പത്മനാഭക്ഷേത്രത്തിലും ഇവിടെ മുക്കൊല്ലം തളിയിൽ മാത്രമേ ഉള്ളൂ, വേറെ എവിടെയില്ല നെയ്വിളക്ക്. അപ്പോൾ എപ്പോഴാണ് ഡേറ്റ്? എപ്പോഴും ഡിസംബർ 1. കാണുന്ന പ്രേക്ഷകരുണ്ടെങ്കിൽ ഡിസംബർ 1 അതെ, ഇവിടെ തളി മഹാക്ഷേത്രത്തിൽ ലക്ഷദ്വീപ സമർപ്പണവും ഒപ്പം തന്നെ കർപ്പൂരാഴിയും നെയ്വിളക്ക് സമർപ്പണവുമായിട്ട് ആണ് നടക്കുന്നത്. നെയ്വിളക്ക് കത്തിക്കുന്നതിന് ഉദ്ദേശിച്ചാൽ നെയ്വിളക്ക് ഈ നാടിന് വേണ്ടിയിട്ടാണ്. മറ്റേ എണ്ണവിളക്കാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട്, ഭക്തന്മാർക്കായിരിക്കും. ഇത് സമൂഹത്തിന് വേണ്ടിയിട്ടാണ് നെയ്വിളക്ക് ദേവന് കത്തിക്കുന്നത്. മറ്റൊന്ന്, നിങ്ങളുടെ വ്യക്തിപരമായിട്ട് നിങ്ങളുടെ ഓണാഘോഷം എങ്ങനെയാണ്? മനോഹരമായിട്ട്. നമ്മളെ കുട്ടികൾ ഇവിടെ ഇല്ല, പുറത്താണ്. എന്നാലും നമ്മൾ ഉള്ളത് കൊണ്ട് ഇത് അമ്പലവും നമ്മളെ തളി മഹാദേവനും
എല്ലാമായിട്ട് നല്ല ഐശ്വര്യത്തോട് സമാധാനത്തോടു കൂടി പോകണം. അങ്ങനെ ഓണം ചുരുക്കുക. കാരണം ഇവിടെ ആ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. തീർച്ചയായും. എന്തായാലും ഇവിടെ പ്രത്യേക കൗണ്ടറുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്, നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദൃശ്യങ്ങളിൽ നിന്നും വലിയ തിരക്ക് തന്നെയാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. തളി മഹാക്ഷേത്ര പരിസരത്ത് നിന്നും ക്യാമറ പേഴ്സൺ സജി തറയിലിനൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.